നമ്മുടെ അടുക്കളയിലെ ഒരു നിത്യോപയോഗ വസ്തുവാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവച്ചെടി എന്ന് പറയുന്നത് ഒരു മെഡിസിനൽ ഹെർബാണ്. നമുക്കറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഉലുവയ്ക്ക്. പലർക്കും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. നമ്മളതിന് ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ട്രൈഗുണല്ല ഫീണം എന്നാണ് നമ്മുടെ ഉലുവയുടെ ശാസ്ത്രനാമം. നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ഒരുപോലെ ഉത്തമമായ ഒരു പൾസ് വിഭാഗത്തിൽപ്പെട്ട സീഡാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവയിൽ ധാരാളം വൈറ്റമിനുകളുണ്ട്. അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, സെലീനിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, തൈമിൻ, റൈബോഫ്ലാവിൻ, ഇങ്ങനെ ഒരുപാട് വൈറ്റമിനുകളും കൊണ്ട് നിറഞ്ഞതാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവയുടെ ഗുണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് തന്നെ പറയുന്നത് ദഹനത്തിന് വളരെ ഉത്തമമാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവ ആന്റാസിഡുകളുടെ ഒരു ഉറവിടമാണ്. അതായത് നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, അതേപോലെ ഓക്കാനം, അങ്ങനെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ബുദ്ധിമുട്ടിനും അതുപോലെ തന്നെ ദഹനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും വളരെ ഉത്തമമാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവ അതേപോലെ തന്നെ ഫൈബർ റിച്ച് ആണ്. ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉലുവയിലുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധമുള്ളവർക്ക് രാത്രി കുതിർത്ത ഉലുവ വെള്ളം ചെറു ചൂടോടെ കുടിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ മാറാനും വളരെ ഉത്തമമാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഉലുവ നമ്മുടെ കൊളസ്ട്രോളിനെ വളരെയധികം നിയന്ത്രിക്കും. അതായത് ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡായ ഫ്ലാവോണൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ടോട്ടൽ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന രക്തക്കുഴലുകൾ അടിയുന്ന ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന LDL കൂടിയാലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഉത്തമമാണ് ഉലുവ. ഉലുവയിലുള്ള ഫ്ലാവോണോയിഡ്സ് ആണ് ഇതിന് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഒരു ടീസ്പൂണൊക്കെ ഉലുവ കുതിർത്ത് വെക്കുക. അത് നമ്മൾ ചെറിയ ഒന്ന് ചൂടാക്കി ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് ചെറു ചൂടോടെ കുടിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വളരെ ഉത്തമമാണ്. മൂന്നാമതായിട്ട് ഉലുവയുടെ മെഡിസിനൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അമിതഭാരം കുറയ്ക്കാനുള്ള കഴിവ് ഉലുവയ്ക്കുണ്ട്. അതായത് ഉലുവ വെള്ളം നമ്മൾ വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്നത്, പലരും നമുക്കറിയാം വെയിറ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉലുവ വെള്ളം കുടിക്കാറുണ്ട് അല്ലേ. പല പേഷ്യൻസും നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. പലരും അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിട്ട് കഴിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് കഴിക്കരുത്. നമുക്ക് ഉലുവ നമുക്ക് മാക്സിമം ഒരു ദിവസം ഒരു ഹെൽത്തി ആയ ഒരാൾക്ക് കഴിക്കാൻ പറയുന്നത് 20 ഗ്രാം ആണ്. അതായത് 20 ഗ്രാം കൂടുതൽ ഒരു കാരണം വെച്ചാലും ഉലുവ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരാൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ മാക്സിമം നമുക്ക് 20 ഗ്രാമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 ടീസ്പൂൺ ഉലുവ തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. നമ്മൾ ഉലുവ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉലുവയിൽ നന്നായിട്ട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു മഞ്ഞപ്പൊടിയിലൊക്കെ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ രാത്രി നമ്മൾ ഉലുവ ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ ആ വെള്ളം തന്നെ അതൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മളത് തിളപ്പിച്ച് കഴിഞ്ഞ് തണുത്തിട്ടാണ് നമ്മൾ ചെറു ചൂടോടുകൂടി രാവിലെ കുടിക്കുന്നത്. നമ്മുടെ ശരീരഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഈ ഉലുവ നമ്മുടെ മെറ്റബോളിസം കൂട്ടും. അങ്ങനെ മെറ്റബോളിസം കൂട്ടുന്നത് വഴിയാണ് നമുക്ക് വെയിറ്റ് കുറയുന്നത്. ഉലുവ അതുപോലെ തന്നെ PCOD രോഗമുള്ളവർക്ക്, അതായത് നമുക്കറിയാം അണ്ടാശയത്തിൽ ഉണ്ടാവുന്ന കുമിളകൾ, PCOD നമുക്കിപ്പോൾ ഒരുപാട് പേർക്കുണ്ട് അല്ലേ. ഈ PCOD രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പം അങ്ങനെയുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ളൊരു കഴിവ് ഉലുവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ PCOD ട്രീറ്റ്മെൻറ്റിലുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു ഡയറ്ററി മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആർത്തവ വിരാമം അഥവാ മെനപ്പോസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് ഉള്ളവരുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോരുന്നവർക്ക് അറിയാം ഭയങ്കരമായിട്ടൊരു ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും, ഭയങ്കരമായിട്ടുള്ള ചൂടും വയർപ്പും ഒരു ആവി പറക്കുന്ന പോലെയൊക്കെ എന്ന് പലരും പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതായത് ഉലുവയിനകത്ത് ഫൈറ്റോ ഇസ്ട്രോജൻ ഉണ്ട്. അതൊരു ഇസ്ട്രോജൻ പോലെ ആക്ട് ചെയ്യുകയും അതുവഴി നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സാധിക്കും. അതുപോലെ പലരും നമുക്കറിയാം പ്രമേഹ രോഗത്തിന്, അതായത് ഡയബറ്റിസ് മെലിറ്റസിന് ഉലുവ ഉപയോഗിക്കാറുണ്ട് അല്ലേ. പലരും പറയാറുണ്ട്. അപ്പോൾ നമുക്ക്
നേരത്തെ ഞാൻ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ അതുവഴി ഡയബറ്റീസും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉലുവ വളരെ എഫക്റ്റീവാണ്. ഉലുവ നമുക്ക് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കഴിക്കേണ്ടത്? ഉലുവ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുക. ആ പൊടിച്ചിട്ട് നമ്മൾ ഒരു നുള്ള് ഉലുവ ഒരു വെള്ളത്തിലിട്ട് നമ്മൾ ഒരു അര ഗ്ലാസ്സൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. ഉലുവ എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ച 2 സ്പൂൺ ഉലുവ നമ്മൾ രാവിലെ എടുത്തിട്ട് അതിനകത്ത് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് നമ്മൾ ചൂടാക്കിയിട്ട് തണുത്ത ശേഷം നമ്മൾ ആ വെള്ളവും അതുപോലെ തന്നെ ആ ഉലുവയും കൂട്ടിയിട്ട് ഉലുവ നമ്മൾ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ നമ്മൾ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ, ഉലുവയും കൂടി കഴിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഡയബറ്റീസ് കുറയുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള പ്രമേഹവും ഈ ഉലുവ കഴിച്ചുകൊണ്ട് കുറയില്ല. അതായത് ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഷുഗർ മാത്രമേ ഈ ഒരു ഉലുവ കഴിച്ചാൽ കുറയുകയുള്ളൂ. അതുപോലെ തന്നെ പലരും ഈ ഉലുവ ഷുഗർ കുറയ്ക്കുന്നുള്ളൂ കൊണ്ട് തന്നെ മരുന്നൊന്നും കഴിക്കാതെ ഇത് മാത്രം കഴിക്കുന്നുണ്ട്. അങ്ങനെ പോരാ, നമ്മൾ ഒരു ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രമേഹത്തിനുള്ള ഗുളിക നമ്മൾ കഴിക്കണം. അതോടൊപ്പം തന്നെ ഒരു ഡയറ്ററി മാനേജ്മെന്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഉലുവയ്ക്ക് ഉണ്ടാകുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് പുരുഷന്മാരിൽ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഉദ്ധാരണ ശേഷി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉലുവ വളരെ എഫക്റ്റീവാണ്. അതായത് ഉലുവയ്ക്ക് എന്താ പറയുക, ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കൂട്ടാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലൈംഗിക ശേഷി കൂട്ടാനൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്പേമിൻ്റെ കൗണ്ട് കൂടാൻ, മോട്ടിലിറ്റി കൂടാൻ, അതേപോലെ തന്നെ നമ്മുടെ ഒരു ലിബിഡോ എന്ന് പറയും, അതൊരു ലൈംഗിക ശേഷി പുരുഷന്മാർക്കും അതേപോലെ സ്ത്രീകൾക്കും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഉലുവ വളരെ എഫക്റ്റീവാണ്. അതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച ഉലുവ നമ്മൾ ഒരു ഗ്ലാസ് പാലിൽ നമ്മൾ തിളപ്പിച്ച് ഒരു ചെറിയ കഞ്ഞി രൂപത്തിൽ പാലൊഴിച്ചിട്ട് കഴിക്കുകയാണ് ഈ രീതിയിലുള്ള ലൈംഗിക ശേഷി കൂട്ടാനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ പ്രസവശേഷം മുലപ്പാല് കുറവുള്ള സ്ത്രീകൾക്ക് ഉലുവ വളരെ എഫക്റ്റീവാണ്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ, ഉലുവ കഞ്ഞി വെച്ച് കൊടുക്കുന്നതും അതേപോലെ ഉലുവ ലേഹ്യമൊക്കെ പ്രസവിച്ച സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാല് ഉൽപാദനം കൂട്ടാനുള്ളൊരു കഴിവ് ഉലുവയ്ക്കുണ്ട്. അപ്പോൾ അത് വളരെ എഫക്റ്റീവാണ്. സയൻറ്റിഫിക്കലിയൊക്കെ ഒരുപാട് പ്രൂവ് ചെയ്ത കാര്യമാണ് ഈ ഉലുവ പ്രസവത്തിന് ശേഷം പാല് കുറവുള്ളവർക്ക് നമ്മൾ ഇതേ രീതിയിൽ ഉലുവ ഉപയോഗിക്കുക. അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ കുതിർത്ത ഉലുവ നമ്മൾ പാലിൽ കൂട്ടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഒരു ജ്യൂസായിട്ട് കഴിക്കുന്നതാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഉലുവ നമ്മുടെ ഹെയർ ഗ്രോത്ത്, അതായത് മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ മുടി കൊഴിയുന്നത് തടയും. താരനുണ്ടെങ്കിൽ താരൻ ക്ലിയർ ചെയ്യാനൊക്കെ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യത്തിന് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച ഉലുവ നമ്മൾ തൈരും കൂട്ടിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ടൊന്ന് നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് പതുക്കെ മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് അതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കുമ്പോൾ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു ഉപയോഗിച്ചിട്ട് അത് കഴുകി കളയാം. ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിലിന് ഇത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി ടിപ്പായിട്ടും നമുക്ക് ഉലുവ ഉപയോഗിക്കാം. അതായത് നമുക്കൊരു ഫേസ് സ്ക്രബായിട്ടും നമുക്ക് ഉലുവ വളരെ എഫക്റ്റീവാണ്. അതായത് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ നിറം കൂടാൻ അതൊക്കെ വളരെ എഫക്റ്റീവാണ്. അതും നമ്മൾ ഇതേപോലെ കുതിർത്ത് വെച്ച ഉലുവ തൈരും കൂട്ടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഉലുവ നമ്മൾ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനയ്ക്ക് നമ്മൾ പലരും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. പല അമ്മമാരും മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് ഉലുവ തിളപ്പിച്ച വെള്ളം ഇങ്ങനെയൊരു സമയത്ത് കൊടുക്കാറുണ്ട്. അതായത് ഉലുവയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനും വേണ്ടിയിട്ടും ഇത് വളരെ എഫക്റ്റീവാണ്. ഉലുവ അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗങ്ങൾക്ക് വളരെ എഫക്റ്റീവാണെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. അതായത് തൈറോയ്ഡ് ഹോർമോൺസ് നല്ല രീതിയിൽ, അതായത് നോർമൽ രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഉലുവ വെള്ളം വളരെ എഫക്റ്റീവാണെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഉലുവ ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം. അതായത് ഗർഭിണികൾ ഒരു കാരണവശാലും ഈ ഉലുവ വെള്ളം കഴിക്കാൻ പാടില്ല. അതായത് ഈ ഉലുവയ്ക്ക് നമുക്കൊരു യൂട്രൈൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു അബോഷനും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗർഭിണികൾ ഒരു കാരണവശാലും ഉലുവ ഉപയോഗിക്കരുത്.
അതായത് ഉലുവ നമ്മൾ ദോശ അതുപോലത്തെ സാമ്പാർ അങ്ങനെ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ യൂസ് ചെയ്യാം. ഉലുവ വെള്ളം അതുപോലെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പല പേഷ്യൻസും നമ്മളോട് പറയാറുണ്ട് ഉലുവ അവർ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അവർ ലാർജ് ഡോസസ് ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്, അതായത് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ചെറിയ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ലാർജ് ഡോസസ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഡയറിയ പോലെ വയറിളക്കം പോലെ വരാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് ഷുഗർ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പല പഠനങ്ങളും പറയുന്നുണ്ട് അലർജി പേഷ്യൻസ്, ആസ്മ രോഗികളൊക്കെ ഇതേപോലെ ഉലുവ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, അവർക്ക് അലർജിക് ടെൻഡൻസി ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവുള്ള രോഗികളും ഈ ഉലുവ വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, ഒരു ബ്ലീഡിങ് ടെൻഡൻസി വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മളൊരു വീട്ടിലെ നിത്യോപയോഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ സാമ്പാറിലും ഇഡ്ഡലിയിലൊക്കെ ആയിട്ട് നമ്മൾ വളരെ ചെറിയ അളവിൽ, അതേപോലെ മോര് കാഴ്ച ഇങ്ങനെയുള്ള സമയത്തൊക്കെ ചെറിയ അളവിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആരോഗ്യമുള്ള ഒരാൾ ഒരു 1/2 സ്പൂണ് ഉലുവ നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ച് രാവിലെ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ചെറു ചൂടോടെ കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മൾ ഡയബറ്റിക് രോഗികൾ കഴിക്കുന്നത്, അതേപോലെ തന്നെ പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ, അതൊക്കെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉലുവയ്ക്കുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. താങ്ക് യു.